ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ജയ ജോൺസൺ സി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അൺകണ്ടീഷണൽ ലവ്. നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് കേട്ടിട്ടുള്ളതായിരിക്കും, കേൾക്കാത്തവരായിരിക്കും, ചിലപ്പോൾ കുറിച്ച് അറിയുന്നതായിരിക്കാം. എന്നാലും ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ നിങ്ങളിത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഈ ലവ്, സ്നേഹം, നമ്മൾ പലപ്പോഴും ഈ വാക്കുകൾ നമ്മൾ കേൾക്കുകയും പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അല്ലെങ്കിൽ ഉപദ്രവിക്കാനും മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന വ്യക്തികളായി മാറേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം നമ്മൾ ചുറ്റുപാടിൽ കണ്ട ആൾക്കാർ. പക്ഷെ അതിലുപരി നമ്മൾ ഒരു കണ്ടീഷനും വയ്ക്കാതെ, അതുകൊണ്ടാണ് നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനും പറയാനും വിചാരിച്ചത്. നമ്മൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് എപ്പോഴും നമ്മൾ സ്നേഹിച്ചു ജീവിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വമുള്ളൊരു ഉടമയാണ്. ഒരു കാര്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നു. ഒരു കണ്ടീഷനോ ഒരു കാര്യവും നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ അമ്മമാർ. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും അവരിൽ നിന്ന് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരിൽ നിന്ന് കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ അല്ലെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്തുന്ന അറ്റ്ലീസ്റ്റ് അത് അങ്ങനെയെങ്കിലും കരുതിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് പേർ, അതിൽ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ അമ്മമാർ, അൺകണ്ടീഷണലായിട്ട് നമ്മൾ എപ്പോഴും നിരന്തരം നമ്മൾ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന തരത്തിലുള്ള സ്നേഹമാണ് നമ്മൾ കാണുന്നത്. ഒരു തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ബാധ്യതകളുമില്ലാതെ എപ്പോഴും നമ്മൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കൂട്ടരാണ് അവർ. നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. നമ്മൾ എന്ത് ചുറ്റുപാട്, നമ്മളെന്ത് സമൂഹം, അതിനൊപ്പം നമ്മളെ സാധിക്കുന്നുണ്ടാവില്ല. പല പല ബാധ്യതകളും പല ഇടപാടുകളും നമ്മളെ മുറുക്കി വലിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്ക് അങ്ങനെ സാധിക്കാം. പക്ഷെ നമ്മളെപ്പോഴും ട്രൈ ചെയ്യണം. നമ്മൾക്ക് എന്തായാലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ള ആത്മാർത്ഥമായി സഹായിക്കാനും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നല്ല വ്യക്തികളാവാനും നല്ല കാര്യങ്ങളാവാനും നമ്മൾ എനർജറ്റിക് ആവാനും നമ്മളുടെ ഇപ്പോഴുള്ള സാഹചര്യത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ഒരു ഐക്യത്തോടെ മുന്നേറി ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം.